വെനസ്വേലയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.5, 7.2 തീവ്രത രേഖപ്പെടുത്തിയ തുടർച്ചയായ 2 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഉമൈബാൻ ഇബ്രാഹിം ചേർന്നു. ഉമൈബാൻ, നമ്മൾ ഈ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിഭീകരമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ്? ഈ അപകടത്തിന്റെ മരണസംഖ്യ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ? മോദി, ഇപ്പോൾ ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെനസ്വേലയുടെ തലസ്ഥാനമായിട്ടുള്ള കാരക്കാസ് നഗരത്തിൽ നിന്ന് ഒരു 168 കിലോമീറ്റർ മാറി കരീബിയൻ തീരത്താണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. തുടർച്ചയായി ഒരൊറ്റ മിനിറ്റിനുള്ളിൽ 2 ഭൂകമ്പങ്ങളാണ് ഉണ്ടാകുന്നത്, അതും വലിയ തീവ്രതയിൽ. ആദ്യത്തെ ഭൂകമ്പം ഉണ്ടാകുന്നത് 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരു 39 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂചലനമായിരുന്നു. ആദ്യത്തെ, അതായത് 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അതൊരു 13 കിലോമീറ്റർ ദൂരത്തിൽ ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തേതാണെങ്കിൽ അതൊരു 10 കിലോമീറ്റർ അതിന്റെ പ്രകമ്പനം ഉണ്ടായി. വലിയ തോതിലുള്ള നാശനഷ്ടമാണ്. പ്രാദേശിക സമയം ഇന്നലെ വെനസ്വേലയിലെ പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് 6:02 ഇത്തരത്തിൽ വലിയ 2 ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ദേശീയ അവധി ആയതുകൊണ്ട് തന്നെ പലരും വീടിനകത്ത് തന്നെയായിരുന്നു. കെട്ടിടങ്ങളൊക്കെ അപ്പാടെ അങ്ങ് തകർന്നു വീഴുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നില്ല. ആളുകളൊക്കെ അപ്പോൾ തന്നെ പുറത്തേക്ക് ഓടുന്നു. അങ്ങനെ തെരുവോരങ്ങൾ ആളുകളെ കൊണ്ട്, ഭയവിഹ്വലരായിട്ടുള്ള ആളുകളെ കൊണ്ട് തിങ്ങി നിറയുന്നു. ഇവർക്കിടയിലേക്ക് കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുന്നു. ഇപ്പോഴും അതീവ ദുഷ്കരമായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് US ജിയോളജിക്കൽ സർവേ പറയുന്നത് മരണസംഖ്യ ഒരുപക്ഷെ 10,000 കടന്നേക്കാം എന്നാണ്. 44% സാധ്യത അതിനുണ്ട് എന്നാണ് ഇപ്പോൾ US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് വരുന്നത്. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇതിപ്പോൾ വരുന്ന, അതായത് അവിടെ ഇത് അനുഭവിച്ച ആളുകളുടെ പലരുടെയും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്നെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ജഗ്ഗുകൾ പോലും ചിതറിത്തെറിച്ചു പോകുന്ന അവസ്ഥയിൽ വീടുകൾ അപ്പാടെ കുലുങ്ങുന്നു, കെട്ടിടങ്ങൾ തകരുന്നു. തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, അവരുടെ പരിക്കൊക്കെ ഗുരുതരമാണ്. പക്ഷേ ഔദ്യോഗികമായിട്ട് മരണസംഖ്യ, ആളപായം അതെത്രയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം, അതുപോലെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പ്രകാരം വലിയ തോതിലുള്ള ആളപായത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ കെട്ടിടത്തിന് അകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഇപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ അന്വേഷിക്കുന്നതിനുണ്ടാകാം. അത് ഒരു തരത്തിലും അങ്ങനെ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകാവുന്ന അവസ്ഥയിൽ പോലുമാണ്, ആ ചിതറി തെറിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. എന്തായാലും വലിയ തോതിലുള്ള ഭൂകമ്പം അത് വെനസ്വേലയിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ വിറപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം ആ തരത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നീങ്ങണം. ഈ ബന്ധുക്കളെ, അതായത് അപകടത്തിൽപ്പെട്ട ബന്ധുക്കളെയൊക്കെ തിരയുന്നത് നിർത്തണം. രക്ഷാപ്രവർത്തനം കാര്യമായിട്ട് തന്നെ പുരോഗമിക്കുന്നു. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോദി, ശരി. ഉമൈബാൻ ഇബ്രാഹിമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനിയും മരണസംഖ്യ കൂടാമെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ഉണ്ടായ ഈ ഭൂകമ്പം. 7.5, 7.2 രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങൾ, തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണിത്. Ahorita, en los Palos Grandes, voy a la misa y el semáforo se pone en verde. Ya. Ya, por afuera que tenemos. No salgan allá, hermano, no, afuera más peligroso, hermano. Por allá, señores, al puerta 4, por allá.